ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വളരെ സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു വീടോ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനുള്ളൊരു അവസരം ഈ സമയം ദൈവം തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന ഒരു എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നമുക്ക് നോക്കാം. എന്തോ കാര്യം നിങ്ങൾ തുടങ്ങാൻ പോയ ഒരു കാര്യം ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ നേരത്തെ അത് ചെയ്യണം എന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതായിരിക്കാം. മേ ബി ചിലപ്പോൾ ഇതൊരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുടെ അത് നിർത്തിയിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത്. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു യൂണിയനൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചു, എന്നിട്ട് അത് വേണ്ടാന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ തിരിച്ചു പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. എന്തായാലും ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന ഒരു കാര്യം അത് ഇനി അത് വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വേദനിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം, നിങ്ങളുടെ തീരുമാനം നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതെന്താണെന്ന് നമുക്ക് ഇനി വരുന്ന കാർഡുകളിലൂടെ നോക്കാൻ ശ്രമിക്കാം. ഇതിലൊരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ ഇതുവരെ പ്ലാൻ ചെയ്തിരുന്ന കാര്യം, എന്തോ ഒരു കാര്യം, അത് നിങ്ങൾ ഡയറക്ഷൻ മാറ്റുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയപ്പോൾ നിങ്ങളത് അത് വേണ്ടെന്ന് വെച്ച ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാം ആയത് അവിടെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അത് പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചതായിരിക്കാം. അങ്ങനെ വേണ്ടെന്ന് വെച്ച് മതിയാക്കി പോകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവം മനസ്സിലാക്കി നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് അവരുടെ എന്തോ ഒരു കാര്യം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്ലാൻ ചെയ്ത ഒരു കാര്യം, സ്വപ്നം കണ്ട ഒരു കാര്യം അത് വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഫ്യൂച്ചറിൽ ഇത് ശരിയാവില്ല എന്നൊരു തോന്നൽ, ഇപ്പോഴേ ഇങ്ങനെ ആയാൽ ഇത് ശരിയാവില്ല എന്നൊരു തോന്നൽ. ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പും ആവാം. നിങ്ങൾ വളരെ സ്നേഹത്തോടെ അടുത്ത് പെരുമാറിയ ആൾക്കാർ ഇതൊരു വിവാഹത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യമല്ല, അതിൽ നിന്നും എതിരായിട്ടൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു, ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത്. സൺ ഗാർഡാണ്. അപ്പോൾ വളരെ
ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രതീക്ഷയാണ്. അത് ചിലപ്പോൾ മറ്റുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല, അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഒരു പുതിയ കാര്യം ശരിക്കും ഒരു പുതിയ കാര്യം ബെർത്ത് എടുക്കുന്നു എന്നുള്ളതാണ്, പുതിയൊരു തുടക്കം. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു സ്പിരിച്വലി നിങ്ങൾക്ക് കിട്ടിയൊരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പോണത്. കൂടുതലും അങ്ങനെയാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഹീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതോ, അത് നിങ്ങൾക്ക് മാത്രം താല്പര്യമുള്ള കാര്യം, നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന കാര്യം, അത് ചെയ്യാമെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി ആയിരിക്കാം. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, എൻ്റെ സന്തോഷങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. കുറേ നിങ്ങളുടെ ശത്രുക്കൾ, ഒരു കാലത്ത് നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിരുന്ന ആൾക്കാരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, നിങ്ങളിപ്പോൾ വിജയിയായി ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ പാസ്റ്റിൽ ചെയ്ത കാര്യം, നിങ്ങളെ പറ്റിച്ച കാര്യം, നിങ്ങളെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരുത്തിയ കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ച കാര്യം, റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ കാര്യം ഒക്കെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കാം. അത് ഓർത്ത് നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം കുറച്ച് സമയമെങ്കിലും. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ പറ്റിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ എന്നിട്ട് ചതിക്കപ്പെടാൻ നിന്നു കൊടുത്തല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയം നിങ്ങൾ വിജയിയായി നിൽക്കുന്ന ഒരു ആളാണ്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലേക്ക് പോകാതിരിക്കുക. മാത്രമല്ല, നമ്മളുടെ നമ്മളുടെ സോളിൻ്റെ അതേ ഗുണങ്ങളിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. വിഷാദം, ടെൻഷൻ, ദേഷ്യം, വൈരാഗ്യം, ഇതൊന്നും നമ്മളുടെ സോളിൻ്റെ ഗുണങ്ങളല്ല. അപ്പോൾ നമ്മളുടെ സോളിൻ്റെ ഗുണങ്ങളിൽ ഇരിക്കാൻ ശ്രമിക്കുക, സമാധാനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്, പ്രാർത്ഥനകൾ വേണം എന്ന് പറയുന്നത്. കാരണം പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നമുക്ക് കൈപിടിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട് എന്നുള്ളൊരു ദൃഢമായ തോന്നലല്ല, അതൊരു വിശ്വാസമാണ്. അത് നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണ് എപ്പോഴും ഡൗൺ ആയി പോണത്, ദൃഢമായ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഫോർ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്, ആഘോഷങ്ങളാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം, വിവാഹം പോലുള്ളൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്നതായിരിക്കാം. മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നൊരു ദിവസവും കൂടി ആയിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കാം, കുറച്ചു കാലം കാണാതിരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുന്നതായിരിക്കാം. അങ്ങനെ എന്തായാലും അങ്ങനത്തെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നൈൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ഡിപ്രഷൻ്റെ എനർജിയാണ്. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം വിഷമിച്ച് സ്വപ്നം കണ്ട് എണീറ്റിട്ടുണ്ടായിരിക്കാം. ഇതിലൊരു 10 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ പാസ്റ്റിലെ മുറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ആൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ എന്ത് പറ്റും, നമ്മളത് എപ്പോഴെങ്കിലുമൊക്കെ വേദനയോടെ അത് നമ്മളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മളുടെ സ്വപ്നത്തിൽ അത് കാണും. ചിലപ്പോൾ അത് ആ കാര്യമായിരിക്കില്ല കാണുന്നത്, വേറെ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം സ്വപ്നമായിട്ട് കാണും.
അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഭയപ്പെട്ടു പോയ ആൾക്കാരുടെ എനർജി ഉണ്ട്. മുന്നോട്ട് എങ്ങനെ പോകും എന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഉറക്കം വരാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് വെച്ചൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചില ആൾക്കാർ ഓക്കെയാണ്, ചിലപ്പോൾ ചില ആൾക്കാർ അതിലൊരു വിഷമം ഉണ്ടെന്നും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ തോട്ട് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരാൾ പോലും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയവും കടന്നു പോകുമെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾ, നിരന്തരം പ്രാർത്ഥനകൾ വേണം എന്ന് പറയുന്നത്. പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പ്രാണായാമം ചെയ്യണം. പറ്റുന്നുള്ള ആൾക്കാർ ആ തുരീയം എന്ന് പറയുന്ന ബുക്ക്, ആ ദേവരാജ സാറിൻ്റെ ആ ബുക്ക് വാങ്ങി നിങ്ങൾ വായിക്കുക. പതഞ്ജലിയുടെ യോഗസൂത്രത്തിലുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പുസ്തകം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള ആൾക്കാർ, വളരെ ഉപയോഗമുള്ളൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുള്ള ആൾക്കാർ നിങ്ങളിത് വാങ്ങി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറേ അറിവുകൾ കിട്ടും. മെഡിറ്റേഷനെ കുറിച്ചും പ്രാണായാമത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം അതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പറ്റുമെന്നുള്ളവർ നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ നമ്പർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ആ ഫോൺ നമ്പർ തരുന്നതായിരിക്കും. സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പാസ്റ്റിലുള്ള ഏതോ ആൾക്കാരെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. വളരെ സന്തോഷത്തിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ സന്തോഷിച്ച ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകളിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ അവർ ഇന്ന് വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. കാരണം നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായി, നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർ ചിലപ്പോൾ അവർ ഈ വ്യക്തി വീണ്ടും കാത്തിരിക്കുന്നതുമായിരിക്കാം. ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വീണ്ടും വളരെ പ്രണയത്തോടു കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് വേറെ ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തന്നതും ഏറ്റവും മോശം എക്സ്പീരിയൻസ് തന്നതുമായിട്ടുള്ള വ്യക്തികളായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷിപ്പിച്ച ആൾക്കാരെയും ഏറ്റവും ദുഃഖിപ്പിച്ച ആൾക്കാരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്നാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മകളിൽ അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റിലേക്ക് ചിലപ്പോൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് പാസ്റ്റിൽ ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാനോ കുഞ്ഞിലെയുള്ള കൂട്ടുകാരെ കണ്ടുമുട്ടാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഇന്നത്തെ ദിവസമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കോളേജ് ഗ്രൂപ്പോ സ്കൂളിലെ ഗ്രൂപ്പോ അതൊക്കെ വെച്ചിട്ട് ഇന്ന് നിങ്ങളുടെ പഴയ ഒരു സുഹൃത്തുമായിട്ട് ഒന്ന് റീകണക്ട് ചെയ്യും എന്നും കാണുന്നുണ്ട്. സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കുറേയധികം ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശരി ഏത് തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ചില വാർത്തകൾ കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വാർത്ത ശരിയായിരിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആ വാർത്ത ശരിയാണെങ്കിലും നിങ്ങൾക്കത് ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇതാകരുത്, ഇത് സത്യമാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം നമ്മൾ സത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് നിങ്ങളെ ചില ആൾക്കാരെ. അതാണ് അത് ചിലപ്പോൾ നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തി അങ്ങനെ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് പറയുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളത് ഇങ്ങനെ അതായിരിക്കരുത്, ഈ ഒരു വ്യക്തി ആയിരിക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംഭവിക്കരുത് എന്നൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചത്. പക്ഷേ അത് ആൾറെഡി സംഭവിച്ചു പോയൊരു കാര്യമാണ്. നിങ്ങൾക്ക് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ടു ഓഫ് സോർട്സ് കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണോ ശരി, ഇതാണോ ശരി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം. മുന്നോട്ടുള്ള വഴിയിൽ കുറേ ഓപ്ഷൻസും ഉണ്ട്, തീരുമാനം എടുക്കാൻ പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്.
ഇതിലൊരു കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് കുറേ സാധ്യതകളുണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, ചെയ്യേണ്ടുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ശരിക്കും നിസ്സഹായരായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നു എന്ന് പറയാം. അങ്ങനത്തെ ആൾക്കാരുടെ എനർജി ഉണ്ടത്. അപ്പോൾ നോക്കാം, അടുത്തൊരു സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പം നമ്മളുടെ കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ നെഗറ്റീവ് സൈഡ് അറിയുന്ന ആൾക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തോൽപ്പിച്ച് കളയുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആരോടും പൂർണ്ണമായും നമ്മൾ എന്താണെന്ന് റിവീൽ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ച് ബോധവാനാകാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ബോധവതികളാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ അതൊന്ന് ചേഞ്ച് ആക്കി നിങ്ങളുടെ കഴിവുകളിലേക്ക് കൊണ്ടുവരാൻ. നമ്മൾ പോസിറ്റീവും നെഗറ്റീവും വേണം. അപ്പോൾ ഒരു നെഗറ്റീവിനെ ഒന്ന് ചേഞ്ച് ആക്കി നിങ്ങൾ പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കഴിവുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചേഞ്ചസ് ഇൻ യുവർ ലൈഫാണ്, അമാവാസിയുമാണ് അടുത്ത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ആ ഒരു കാറും കോളും ഒക്കെ ഒന്ന് മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മൂൺ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ചേഞ്ച് വരുന്നു. പ്രത്യേകിച്ചും ന്യൂ മൂൺ വന്നു കഴിയുമ്പോൾ, കറുത്തവാവ് വന്നു കഴിയുമ്പം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇനി ഇത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളതിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കണ്ട എന്നുള്ളതാണ്. ഇതൊക്കെ പതിയെ അലിഞ്ഞു പോകും, പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും എന്നാണ്. ഹാർപ്പാണ്, ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന അവസരങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകും, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ക്വയറ്റായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മാൻ ആണ്, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് മാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുരുഷനുമായിട്ടുള്ള എന്തോ ഒരു ഡീലിംഗ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ലൈറ്റ്നിങ് ആണ്, കൺട്രോൾ യുവർ ആങ്കർ യു വിൽ ബി സോറി ആണ്. അപ്പം നിങ്ങളുടെ ദേഷ്യം ഇന്നത്തെ ദിവസം ഒന്ന് നിയന്ത്രിക്കണം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മാപ്പ് പറയേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റാര് പ്രൊവോക്ക് ചെയ്താലും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റൂല എന്നൊരു തോന്നൽ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ദേഷ്യമൊന്നും വരാതെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.